അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ആരിഫ. ഇന്ന് പതിവിലും വ്യത്യാസമായിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കുവൈത്തിലെ തീപിടുത്തത്തിൽ 19 പേരും അതിലധികം പേരും മരണപ്പെട്ടു. അതിൽ സങ്കടം എന്ന് പറയാൻ സങ്കടത്തിൽ സങ്കടം, ഒരുപാട് വിഷമം നിറഞ്ഞിട്ടുള്ള ഒരു മരണമാണ്. എൻ്റെ സ്വന്തം നാടായ തിരൂര് കൂട്ടായി എന്ന് പറയുന്ന സ്വദേശത്ത് നൂഹ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മരണം. ആ സഹോദരൻ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ട്. അവസാന നിമിഷവും നല്ലൊരു കാരുണ്യ പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടാണ് ഷഹീദായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകുമാറാകട്ടെ. ഈ വിവരം നമ്മുടെ നാട്ടുകാരും ഈ വീട്ടുകാരും അറിയാനിടയായത്. ഇന്നലെയാണ് ഈ സംഭവം നടന്നതെങ്കിലും ഒരു 1.5 മാസം മുമ്പ് നൂഹ് നാട്ടിലുണ്ടായിരുന്നു. ഈ നൂഹാണ് മറ്റു സഹപ്രവർത്തകരെ വിളിച്ച് ഈ തീ പടർന്നത് കണ്ട് വിവരമറിയിക്കുകയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ച ആളാണ് നൂഹ്. പിന്നീട് നൂഹിനെ കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ട്. അവരുടെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് നൂഹ് ഹോസ്പിറ്റലിൽ മരണമടഞ്ഞു എന്നുള്ള വിവരം ഇവരറിയുന്നത്. ഇന്നലെ രാത്രി തന്നെ നാട്ടുകാരായ ഞങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് വീട്ടുകാരുടെ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരെ ബന്ധപ്പെട്ടവരൊക്കെ അവിടെ ഹോസ്പിറ്റലുണ്ട്. 12 ബോഡിയും ഒരുമിച്ച് തന്നെ ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ബോഡി കൊണ്ടുവരും എന്നാണ് നമുക്കറിയാൻ ഇടയായത്. മറ്റു ആളുകൾക്ക് ചേരുന്നുണ്ട്. അത് കഴിഞ്ഞ കുറേ അധികമായി പ്രവാസി ജീവിക്കുന്ന. അതെ, ഇവിടെ ആദ്യം മത്സ്യത്തൊഴിലാളി ആയിരുന്നു, കടലിൽ പോണ ജോലിയായിരുന്നു. പിന്നെ അതിന് ശേഷം ഗൾഫിലേക്ക് പോയതാണ്. ഈ കുടുംബം സാമ്പത്തിക വിഷയമുണ്ടായ കാരണം അവിടെ പോയി 11 വർഷം ഇപ്പോൾ പ്രവാസി ലോകത്താണ്. അപ്പോൾ അവിടെ ഇപ്പം ലീവിന് വന്ന് നേരത്തെ പറഞ്ഞ പോലെ 1.5-2 മാസമായിട്ടുള്ളൂ പോയിട്ട്. ഇപ്പോൾ കമ്പനി മാറി ഇപ്പോൾ ജോലി ചെയ്യുന്നുള്ളൂ 2 മാസം. ഒരു സാമ്പത്തിക പ്രശ്നം, 3 പെൺകുട്ടികളാണ്, വളരെ പാവപ്പെട്ട കുടുംബമാണ്. അപ്പം ആ കടബാധ്യത ഏറ്റുകൊണ്ടാണ് അങ്ങോട്ട് പോയിരുന്നത്. അദ്ദേഹത്തിന് ചെറിയ മക്കളാണ്. ഒരു മൂത്ത കുട്ടിക്ക് 12 വയസ്സാണ്, 3 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ കുട്ടിക്ക് 10 വയസ്സ്, ലാസ്റ്റ് കുട്ടിക്ക് 6 വയസ്സാണ്. വലിയ പ്രയാസം, എല്ലാവരോടും നല്ല സൗഹൃദപരമായിട്ട് പെരുമാറുന്ന ഒരു വിഷയത്തിലൊന്നുമില്ലാത്ത വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു രൂപയാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്. കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് കണ്ടാൽ തന്നെ അറിയാം. ഈ ഫാമിലി മൊത്തത്തിലും അങ്ങനത്തെ ഒരു ഇതാണ്. വലിയ ഒരു സാമ്പത്തിക പുരോഗതിയുള്ളൊരു കുടുംബമൊന്നുമല്ല. ഇപ്പോൾ 1.5 മാസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. നല്ലൊരു വ്യക്തിത്വമാണ്, നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. പക്ഷേ വലിയ ഒരു നഷ്ടം തന്നെ ആ കുടുംബത്തിനെ സംബന്ധിച്ചും ഞങ്ങൾ സൗഹൃദ നിലക്ക്, സുഹൃത്ത് നിലക്ക് ഞങ്ങൾക്കും വലിയൊരു അഗാധമായിപ്പോയി. നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ നമ്മൾ അന്വേഷിച്ചിരുന്നു. അവിടെ കുവൈത്തുള്ള പലരും വിളിച്ചിട്ടുണ്ട് രാത്രി. അപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മുടെ നാട്ടിൽ ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു സമാധാനമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ന്യൂസ് കിട്ടിയപ്പോൾ അപ്പോഴും ഞങ്ങൾ അറിഞ്ഞു ഇവന് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നീട് ഈ വാർത്ത തന്നെ വലിയ വിഷമമായി. അപ്പോൾ ഈ വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകും? ഇവരുടെ കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ്. അതിനുവേണ്ട നടപടികളാണ് സർക്കാർ തലത്തിലും മറ്റു കാരുണ്യ രൂപത്തിലുള്ള പ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടേണ്ടത്. അങ്ങനത്തെ ഒരു പ്രവർത്തനമാണ്. നമുക്കിനി അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും അവരുടെ ജീവിതത്തിൽ നമ്മളും കൂട്ടായി അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇനി നമുക്കുള്ളൂ. സർക്കാരും ആ നിലപാട് തന്നെ സർക്കാരും എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആ കുടുംബത്തിന് ആര് താങ്ങും തണലും ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല. ഒരുപാട് കടങ്ങളുണ്ട്. ഭാര്യ എങ്ങനെ സഹിക്കും, ആ കുടുംബം സഹിക്കും, മക്കൾ എങ്ങനെ സഹിക്കും എന്നുള്ളത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. എന്ത് ചെയ്യാം, അള്ളാഹുവിൻ്റെ വിധിയാണ്. നമുക്ക് ജീവൻ തന്നവൻ തിരിച്ച് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോയില്ലേ പറ്റൂ. വേദനയാണെങ്കിലും നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. വേറൊന്നും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ദുആ ചെയ്യാം. ആ സഹോദരൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു. ഇവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ 2 പേരുണ്ടെന്നാണ് അറിഞ്ഞത്. ഇവിടെ ഞാൻ നിൽക്കുന്നത് തവനൂരാണ്. തവനൂർ സ്വദേശിയായിട്ടുള്ള ഒരാൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ്. അദ്ദേഹം ചികിത്സയിലാണെന്നുള്ളതും ഞാൻ പിന്നെ യൂട്യൂബിലൂടെ ഞാൻ കണ്ടിരുന്നു. എന്തായാലും മരണപ്പെട്ടു പോയ എല്ലാ സഹോദരന്മാരും അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകട്ടെ. അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു. അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ. നമുക്കും ഇനി അതുപോലെ ഏവർക്കും അപകട മരണത്തെ തൊട്ടുള്ള കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.